കനാൻഡേഷൻ സീസൺ 2ലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ഒരിക്കൽ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ശിഷ്യന്മാർ നൽകിയ മറുപടികളെല്ലാം വ്യത്യസ്തമായിരുന്നു. ഇതുപോലെ ഈശോ ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നു, ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത്? നിങ്ങൾ നൽകുന്ന മറുപടികൾ എന്തായിരിക്കും? ദൈവത്തിനായ ഈശോ എന്റെ രക്ഷകനാണ് എന്ന് ഏറ്റുപറയാൻ സാധിക്കുന്ന ആ ഒരു നിമിഷം നിങ്ങൾക്കും അവിടെ നൽകുന്ന ആ രക്ഷ ലഭ്യമാകുന്നു. രക്ഷയുടെ സന്ദേശം നിങ്ങളെ അറിയിക്കുന്ന കനാൻഡേഷൻ സീസൺ 2ന്റെ ഇന്നത്തെ ചൈത്രയാത്ര ഞങ്ങളിവിടെ ആരംഭിക്കുന്നു. And I heartily welcome our quiz master, Dr. Donald. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. കനാൻഡേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അറിവിന്റെ മഹാസാഗരമായ ബൈബിളിൽ നിന്നും ഏതാനും മൊഴിമുത്തുകൾ, വചനങ്ങൾ കനാൻഡേശം സീസൺ 2 നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിക്കാൻ, ധ്യാനിക്കാൻ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെങ്കിൽ ഞങ്ങളുടെ പ്രയത്നം സഫലമാവും. കാരണം ഒത്തിരിയധികം ആളുകളുടെ നിരന്തരമായ പ്രയത്നവും കഠിനാധ്വാനവും ഈ പ്രോഗ്രാമിന് പിന്നിലുണ്ട്. സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം ലിയോ ഷാൻഡോ ഫ്രം ഇല്ലിത്തോട്. മലയാറ്റൂരിനടുത്തുള്ള ഇല്ലിത്തോട് എന്ന ഇടവകയിൽ നിന്ന് വന്നിരിക്കുന്ന ലിയോ ഷാൻഡോ ആണ് ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റന്റ്. ഒരു കൊച്ചുമിടുക്കൻ. ലിയോയുടെ വിശേഷങ്ങൾ അറിയാം, ലിയോയെ പരിചയപ്പെടാം. അങ്ങനെ മത്സരത്തിലേക്ക് കടക്കാം. ലിയോ, വെൽക്കം ടു കനാൻഡേശം സീസൺ 2. മോൻ ഇല്ലിത്തോട് എന്ന ഇടവകയിൽ നിന്ന് വരുന്നു അല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുക? 7ാം ക്ലാസ്സിൽ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിൽ തന്നെ കനാൻഡേശം സീസൺ 2വിന്റെ ഗോൾഡൻ സീറ്റ് വന്നിരിക്കുന്നു. ആരാണ് മോനെ ഇവിടെ എത്തിച്ചത്? ആരും സഹായിച്ചിട്ടില്ല. ഞാൻ കനാൻഡേശം കഴിഞ്ഞ വർഷം കണ്ടപ്പോൾ അതിൽ ചോദിച്ചൊരു ചോദ്യത്തിന് SMS അയച്ചു കൊടുത്തു. വെറുതെ അയച്ചു കൊടുത്താണ്. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് വിളിച്ചത്, ഒരു സിസ്റ്റർ വിളിച്ചത്. നിങ്ങൾ കാനാൻഡേശത്തിലേക്ക് സെലക്ട് ആയിരിക്കുന്നു, ഓഡിഷന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് 5 ചോദ്യങ്ങൾ ചോദിച്ചു. 3 ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കൃത്യം 3 ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഓഡിഷനിൽ പാസ്സായിരിക്കും, ഓഡിഷനിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്തു. പിന്നീട് ഡേറ്റ് എല്ലാം അറിയിച്ചു ഓഡിഷന്. പിന്നീട് ഇവിടെ ഞാൻ ഓഡിഷന് വന്നു. അപ്പൊ അതിനുശേഷം ഈ ഓഡിഷന് സെലക്ഷൻ ആയതിനു ശേഷം മോൻ കൂടുതൽ ബൈബിൾ പഠിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഓഡിഷന് വന്നതിന് ശേഷം എനിക്കൊരു ബുക്ക് വാങ്ങിച്ചു തന്നു പപ്പ. ബൈബിളിലെ ചോദ്യങ്ങൾ മാത്രമുള്ള ഒരു ബുക്കുകൾ. ആ ബുക്ക് വായിക്കാറുണ്ടായിരുന്നു. അപ്പം നല്ല പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്? പ്രിപ്പയർഡ് ആയിട്ടെന്ന് പറയാം. അല്ലേ? കോൺഫിഡന്റ് ആണ്. മത്സരത്തിലേക്ക് കടക്കാം. അതെ. അപ്പൊ നമുക്ക് ആദ്യത്തെ റൗണ്ടിലേക്ക് പോകാം. കനാൻഡേശം സീസൺ 2വിൽ ദ വെരി ഫസ്റ്റ് റൗണ്ട്, സിൽവർ റൗണ്ട്. ലിയോ, സിൽവർ റൗണ്ടിൽ 4 ചോദ്യങ്ങളുണ്ടാവും. 4 ചോദ്യത്തിനും 10 പോയിന്റ്സ് വീതം. 2 ചോദ്യങ്ങൾക്ക് അടുത്ത് തെറ്റാവുകയാണെങ്കിൽ 10 പോയിന്റ്സ് മൈനസ് ആവും. മറിച്ച് 4 ചോദ്യങ്ങൾക്കും റൈറ്റ് ആയിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ 10 പോയിന്റ്സ് ബോണസ് ലഭിക്കും. അങ്ങനെ ടോട്ടൽ 50 പോയിന്റ്സ് ലഭിക്കും ഈ റൗണ്ടിൽ, എല്ലാം റൈറ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ. ഓക്കെ, പോകാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. കനാൻഡേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ലിയോ ഷാൻഡോയ്ക്കുള്ള ആദ്യത്തെ ചോദ്യം. ദൈവം തനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിന് ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിന്ന് പ്രധാനിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ദൈവം തനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിന് ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിന്ന് പ്രധാനിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഓപ്ഷൻ എ മോശയെ, ഓപ്ഷൻ ബി അഹറോനെ, ഓപ്ഷൻ സി ജോഷയെ ആൻഡ് ഓപ്ഷൻ ഡി ജെത്രോയെ. ആരെയാണ് തനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത്? ഓപ്ഷൻ ഡി അഹറോനെ.
ഓപ്ഷൻ ബി അഹറോനെ. ഉറപ്പാണോ? ലോക്ക് ചെയ്യട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി അഹറോനെ. പപ്പ വാങ്ങിച്ചു തന്ന ക്വസ്റ്റനെയറിൽ ഉണ്ടായിരുന്നു ഇത്? ഇല്ല. അല്ലാതെ മോനറിയാം? വേദപാഠ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട്. അപ്പൊ നമുക്ക് ചോദിക്കാം കമ്പ്യൂട്ടറിനോട്. കമ്പ്യൂട്ടർ പ്ലീസ് അഹറോനെ. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ. ലിയോ, ആദ്യത്തെ ചോദ്യം സിൽവർ റൗണ്ടിൽ കഴിഞ്ഞിരിക്കുന്നു. ലിയോയുടെ സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൗണ്ടിലെ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റിന് ലിയോ ഷാൻഡോ നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. സോ ഈ ക്വസ്റ്റിന് ലഭിക്കുന്നു 10 പോയിന്റ്സ്. ബൈബിളിൽ ഏത് ഭാഗത്താണെന്ന് പറയാൻ പറ്റുമോ ഇത്? ഏത് പുസ്തകത്തിലാണ്? പുറപ്പാട് 28:1. ഓക്കെ. അപ്പം നല്ല തുടക്കം. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാ പറയാം. കോൺഫിഡന്റ് ആയി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ലിയോയുടെ സ്കൂളിലേക്ക് ഒന്ന് പോകാം. ഏതാണ് സ്കൂള്? ന്യൂമാൻ അക്കാദമി വിമലഗിരി. ന്യൂമാൻ അക്കാദമി. ഓക്കെ, പറയൂ. സ്കൂളിലെ വിശേഷങ്ങൾ പറയൂ. ന്യൂമാൻ അക്കാദമി വിമലഗിരി CBSE സ്കൂളാണ്. ഞങ്ങളുടെ അവിടെ മലയാറ്റൂർ അടുത്ത് തന്നെയാണ്. പിന്നെ അവിടുത്തെ പ്രിൻസിപ്പാൾ പവ്യാനോ സാറാണ്, മിസ്റ്റർ TD പവ്യാനോ സാർ. പിന്നെ എന്റെ ക്ലാസ് ടീച്ചർ ബിനി മിസ് ആണ്. എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് സ്കൂളിൽ ജസ്വിൻ പോൾ. പിന്നെ ആരാണ് ബെസ്റ്റ് ഫ്രണ്ട്? പിന്നെ അങ്ങനെ പുറത്ത് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആൽബിനാണ്. ആൽബിൻ. പപ്പ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ആണല്ലേ? പപ്പായും ബെസ്റ്റ് ഫ്രണ്ട് ആക്കണം കേട്ടോ. അത് നമുക്ക് വളരെയധികം എനർജി തരും. അപ്പൊ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പറ്റി പറഞ്ഞു. സ്കൂളിൽ മോന്റെ എങ്ങനെയാണ്? സ്കൂളിൽ പോകാൻ താല്പര്യമാണോ? കുഴപ്പമില്ല. അതോ അവധി കിട്ടുമ്പോൾ ചാടി മറിയുന്ന ആളാണോ? അതുണ്ട് അല്ലേ? അതെല്ലാ കുട്ടികൾക്കും ഉള്ളതാ. പക്ഷെ പഠിക്കാൻ എങ്ങനെയാണ്? പഠിക്കാൻ കുഴപ്പമില്ല. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ചിട്ടയോടെ പഠിക്കുന്ന ആളാണോ? രാവിലെ പഠിക്കാറില്ല, വൈകുന്നേരം പഠിക്കാറുണ്ട്. ഓക്കെ. സ്കൂളിന്റെ പ്രിൻസിപ്പലിനെ പറ്റി പറഞ്ഞു. സ്കൂളിൽ എന്താണ് വേറെ മോനെ ആക്ടിവിറ്റീസ്? പിന്നെ പാട്ട് പാടും. പിന്നെ സ്കൂളിലെ ആർട്സ് ഡേക്ക് എനിക്ക് പാട്ടിന് ഫസ്റ്റ് ഉണ്ടായി. മോണോ ആക്ട്, അങ്ങനെ പരിപാടി. ഓക്കെ. അപ്പൊ നമുക്ക് സ്കൂളിലെ വിശേഷങ്ങൾ കൂടുതൽ അതിലേക്ക് വരാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിൽ ലിയോ ഷാൻഡോയ്ക്കുള്ള സിൽവർ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. കർത്താവേ, എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ. യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതിനിടയിൽ ഇങ്ങനെ പറഞ്ഞത് ഏത് ശിഷ്യനാണ്? കർത്താവേ, എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ. യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതിനിടയിൽ ഇങ്ങനെ പറഞ്ഞത് ഏത് ശിഷ്യനാണ്? ഓപ്ഷൻ എ പത്രോസ്, ഓപ്ഷൻ ബി യോഹന്നാൻ, ഓപ്ഷൻ സി യൂദാസ് ആൻഡ് ഓപ്ഷൻ ഡി തോമസ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? അറിയാം, പറഞ്ഞോളൂ. ഓപ്ഷൻ എ പത്രോസ്. ലോക്ക് ചെയ്യട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ പത്രോസ്. ഇമ്മീഡിയറ്റ് ആൻസർ ആയിരുന്നു. ഉറപ്പാണല്ലേ? ഡൗട്ടൊന്നുമില്ല. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ എ പത്രോസ് റൈറ്റ് ആൻസർ. അങ്ങനെ 2 ചോദ്യങ്ങൾ. പത്രോസാണ് അങ്ങനെ പറഞ്ഞതല്ലേ? ഏത് ഭാഗമാണിത്? ഇത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഭാഗം. യോഹന്നാന്റെ സുവിശേഷം 13:9. നല്ലൊരു ഒരു സിറ്റുവേഷൻ ആണല്ലേ? അതായത് നിങ്ങളിൽ നേതാവാൻ ആഗ്രഹിക്കുന്നവൻ അല്ലേ അവന്റെ ശിഷ്യന്റെ പാദങ്ങൾ കഴുകണം എന്ന് കാണിച്ചു കൊടുക്കുന്ന ലോകത്തിലെ ഏറ്റവും മഹനീയമായ ഒരു മാതൃക ഈശോ കാണിച്ചു കൊടുത്തൊരു സന്ദർഭം അല്ലേ? നേതാവാണ്ട ആള് എപ്പോഴും ഏറ്റവും താഴ്മയോടെ ആയിരിക്കണം നിൽക്കുന്നത്. ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ? അതെന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ കാല് കഴുകി കൊടുത്തത് എന്നൊക്കെ ചിന്തിക്കാറുണ്ടോ? മോന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അവരിൽ ഏറ്റവും ഉന്നതനാരാണ്? ഈശോ ആരാണ് ശരിക്കും? ദൈവപുത്രനാണ്. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ദൈവപുത്രൻ സാധാരണ ഒരു ശിഷ്യന്റെ കാല് കഴുകി ചുംബിക്കുകയാണ് അല്ലേ? അതായത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ് ഈശോ പറഞ്ഞു തന്നിരിക്കുന്നത്. അത് കാണിച്ചു തന്നിരിക്കുകയാണ്. ഒരു കാണിക്കൽ മാത്രം ആവരുത്. മനസ്സുകൊണ്ടും നമുക്ക് പാദം കഴുകാം ഇല്ലേ? മനസ്സുകൊണ്ടും നമുക്ക് എളിമ കാണിക്കാം. പാദം കഴുകണമെന്നില്ല, നമ്മുടെ പ്രവൃത്തികൾ കൂടെ നമുക്കത് ചെയ്യാം. ജീവിതത്തിൽ അങ്ങനെ ആവണം. അപ്പൊ സ്കോറിലേക്ക് പോവാം. നമുക്ക് ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്.
സിൽവർ റൗണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റിനും ലിയോ ഷാൻഡോന് ലഭിക്കുന്നു 10 പോയിന്റ്സ്. അപ്പോൾ 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ലിയോയുടെ ഫാമിലിയെ പരിചയപ്പെടാം. ഒന്ന് പറയൂ, ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് എന്റെ പപ്പ, അമ്മ, അനിയൻ, അമ്മാമ്മ, അപ്പാപ്പ, 4 പേരും. പപ്പ ഡ്രൈവറാണ്. പപ്പയ്ക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയുണ്ട്, പിക്കപ്പ് വാൻ. അമ്മ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അക്കൗണ്ടന്റ് ആണ്, കാറ്റഗിസം പഠിപ്പിക്കുന്ന ടീച്ചറും കൂടിയാണ്. വെരി ഗുഡ്. പിന്നെ അമ്മാമ്മയും പാപ്പയും വീട്ടിൽ കൃഷിയും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തുന്നു. എല്ലാരും ഉണ്ട്, ഒരു സമ്പൂർണ്ണ കുടുംബമാണ്. അപ്പാപ്പൻ അമ്മാമ്മ എന്ന് പറയുന്നത് വല്യപ്പനും വല്യമ്മയും അല്ലേ? അപ്പാപ്പയുടെ അമ്മയും അച്ഛനും അല്ലേ? അപ്പം വളരെ എല്ലാം ചേർന്ന ഒരു കുടുംബം അല്ലേ? വല്യപ്പനും വല്യമ്മയും കൂടെ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഒരു എന്താ പറയാ, ഒരു പൂർണ്ണത കൈവരും അല്ലേ? നിങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സ്നേഹത്തോടെ നോക്കിയിരിക്കുന്ന വല്യപ്പനും വല്യമ്മയും, അപ്പനും അമ്മയും ജോലി തിരക്കുകൾക്കിടയിൽ നിങ്ങളെ ശകാരിക്കുന്നവരായിരിക്കാം മേ ബി. പക്ഷെ വല്യപ്പനും വല്യമ്മയും എപ്പോഴും അല്ലേ ഒരു സംരക്ഷണം നമുക്കല്ലേ, അവരുടെ ചൂട്. ഞാനൊക്കെ കിടന്നിട്ടുണ്ട് എന്റെ മുത്തശ്ശിയുടെ കൂടെ. ആ കിടപ്പിനൊരു പ്രത്യേക സുഖമാണ്. പണ്ട് ഞാൻ കിടക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അനിയനാണ് ഇവിടെ കിടക്കുന്നത്. ഇപ്പൊ അനിയനാണ് ആ സ്ഥാനം കൈയടക്കിയവനല്ലേ? ഓക്കെ, നമുക്ക് മുത്തശ്ശിയോട് പറയാം ഒരിക്കൽ കൂടെ നമുക്ക് പെർമിഷൻ തരണമെന്ന് ചോദിക്കാം. ഏതായാലും മോന്റെ വീട്ടിലെ നമുക്ക് പപ്പായും മമ്മിയും എല്ലാം പരിചയപ്പെടാം. അതിനു മുമ്പ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡിയല്ലേ? കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ലിയോ ഷാൻഡോയ്ക്കുള്ള 3ാമത്തെ ചോദ്യം. ദാവീദിന്റെ പിൻഗാമിയായി താൻ രാജാവാകും എന്ന് വൻപ് പറഞ്ഞത് ആര്? ദാവീദിന്റെ പിൻഗാമിയായി താൻ രാജാവാകും എന്ന് വൻപ് പറഞ്ഞത് ആര്? ഓപ്ഷൻ എ സോളമൻ, ഓപ്ഷൻ ബി അദോനിയ, ഓപ്ഷൻ സി അബ്സലോം ആൻഡ് ഓപ്ഷൻ ഡി അമ്നോൻ. ആരാണ് ആ വീമ്പ് പറഞ്ഞത്? ചെറിയ ഡൗട്ട് ഉണ്ട്, അബ്സലോമാണോ അമ്നോനാണോ? ഒന്നുകൂടെ ആലോചിച്ചു. ഓപ്ഷൻ ഡി അമ്നോൻ. അതാണോ ലോക്ക് ചെയ്യണ്ടേ? ഉറപ്പാണ്? കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഡി അമ്നോൻ. ഇത് പപ്പ തന്ന ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നോ? വേദപാഠ ക്ലാസ്സിൽ പഠിച്ചതാണോ? ബൈബിള് വായിച്ചത് ചെറിയൊരു, പപ്പ കുറച്ച് കഥാപുസ്തകങ്ങൾ വാങ്ങിച്ചതായിരുന്നു, ദാവീദ് രാജാവിന്റെ, അതുപോലെ അതില് ചെറിയൊരു ഓർമ്മയുണ്ട്. എങ്കിലും അത്ര കറക്റ്റ് അല്ല. നമുക്ക് ചോദിക്കാം കമ്പ്യൂട്ടറിനോട്. കമ്പ്യൂട്ടർ പ്ലീസ്. അമ്നോൻ റോങ് ആൻസർ. ഒന്ന് ഗസ് ചെയ്യൂ, വേറെ ഏതാവാം? അബ്സലോം. നമുക്ക് ചോദിക്കാം കമ്പ്യൂട്ടറിനോട്. കമ്പ്യൂട്ടർ പ്ലീസ്. റൈറ്റ് ആൻസർ ഈസ് അദോനിയ. 2 ഗസും നമുക്ക് തെറ്റി. അപ്പൊ സാരമില്ല അല്ലേ? ഇല്ലെങ്കിൽ അദോനിയ, ഇപ്പൊ അമ്നോൻ ആയിരുന്നെങ്കിൽ നമുക്കൊരു കുറച്ച് സങ്കടം വന്നേനെ. കാരണം നമ്മൾ ഗസ് ചെയ്ത് വളരെ നാരോ ഇതിൽ മാറിപ്പോയി എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ ഇവിടെ അദോനിയ ആണ് റൈറ്റ് ആൻസർ. സ്കോർ ചോദിക്കാം നമുക്ക്. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൗണ്ടിലെ 3rd ക്വസ്റ്റിന് ലിയോ ഷാൻഡോയുടെ ഉത്തരം തെറ്റാണ്. സോ ഈ ക്വസ്റ്റിന് നോ പോയിന്റ്സ്. രാജാക്കന്മാർ 1:5 ഈ ഭാഗം പറയുന്നത്. ദാവീദ് രാജാവിന്റെ കഥ, അതില് മോനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഭാഗം ഏതാണ്? ദാവീദും ഗോലിയാത്തും. കാരണം ചെറുപ്പത്തിൽ നമ്മൾ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ടാവും ആ കഥ അല്ലെ? കൂടുതൽ ആ പ്രായത്തിൽ കേൾക്കാൻ ഒരു ഹീറോ, വലിയൊരു പടത്തലവനെ ചെറിയൊരു ആയുധം കൊണ്ട് കീഴടക്കുന്ന ധീരനായ ദാവീദ്. അത് നമ്മുടെ ഒന്നും മനസ്സിൽ പോവില്ല അല്ലെ? ബൈബിളിൽ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില കഥകൾ, സാംസൺ അല്ലെ, ആ കഥയൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. കേൾക്കുമ്പോൾ ആ ഒരു ഭയങ്കര ആരാധനയാണ് നമുക്ക് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനോട്. അങ്ങനെയാണ് നമ്മൾ ബൈബിളിലേക്ക് പതിയെ അടുത്തടുത്ത് വരുന്നത് അല്ലെ? ബൈബിൾ വായിക്കാനുള്ള ഒരു തോന്നലൊക്കെ ചെറുപ്രായത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ ഒരു പിന്തുടർച്ചയാണ് മോൻ ഇന്നിപ്പോ ഈ സീറ്റിൽ വന്നിരിക്കുന്നത്. ബൈബിളിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി പപ്പ ബോധപൂർവം ഒരു പക്ഷെ ചെയ്തതാവാം അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം പപ്പായെ പരിചയപ്പെടാം. ഒന്ന്, എന്റെ പേര് ഷാൻഡോ. മോൻ പറഞ്ഞു ഡ്രൈവറാണെന്ന് പറഞ്ഞു. അതെ. എവിടെയാണ്? ഇല്ലിത്തോട് തന്നെയാണ് നമ്മള്. എന്ത് വണ്ടിയാണ്? ടൂറിസ്റ്റ് ടാക്സി? ഒരു പിക്കപ്പ് വാനാണ് ഓടിക്കുന്നത്. ഓക്കെ. സ്വന്തം വണ്ടിയാണ്. അത് വാടകയ്ക്ക് ഓട്ടം പോകുന്ന തൊഴിലാണ്. ഓക്കെ. എങ്ങനെ പോകുന്നു ജീവിതം? ദൈവകൃപ കൊണ്ട് വളരെ ഭംഗിയായിട്ട് പോകുന്നു. ലിയോ ഈ ഗോൾഡൻ സീറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അവനെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തിട്ടുള്ള പ്രിപ്പറേഷൻസ്, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും പ്രത്യേകം? അവൻ പറഞ്ഞു ഞാൻ ആരുടെ സഹായമില്ല അതിനോട് വന്നെന്ന് ആദ്യം പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല എന്ന് എനിക്കറിയാം. അവൻ ഉദ്ദേശിച്ചത്
ബൈബിള് അങ്ങനെ വായിച്ചു കൊടുക്കോ പഠിപ്പിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അതാണ് പുള്ളി മെയിൻ ചെയ്തത്. ശരിക്കും സാറിന്റെ ചോദ്യത്തിന് സ്ട്രെയിറ്റ് ഒരു ആൻസർ പറയുകയായിരുന്നു പുള്ളി ചെയ്തത്. ചെറുപ്പത്തില് മുതൽ ഞാൻ ഈ സാറ് പറഞ്ഞത് കറക്റ്റാണ്. ഇങ്ങനെയുള്ള വീരപുരുഷന്മാരുടെ കഥകള് ഒത്തിരി ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. എനിക്കും ചെറുപ്പ സമയത്ത് ഈ സാറ് പറഞ്ഞ കഥയിലെ ദാവീദും ഗോലിയാത്തും, ദാവീദ് രാജാവിന്റെ കൂടെയുണ്ടായിരുന്ന ആ ദൈവത്തെ ആയിരുന്നു നമ്മൾ ആരാധിച്ചു തുടങ്ങിയത്. അവിടുന്ന് എന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഒന്നും ഭയപ്പെടില്ല എന്ന് പറയുന്ന ദാവീദിന്റെ ചെങ്കൂറ്റം, തന്നെക്കാളും ഒത്തിരി ഇരട്ടികളധികം വലിപ്പമുള്ള ഒരു മല്ലനെ നേരിടാൻ വെറും ദൈവം കൊടുത്ത ഒരു ചെറിയ കഴിവ് ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ദാവീദിന്റെ ആ ഒരു ഏറ്റവും ചെറിയവനാണെന്ന് കരുതിയിരുന്ന നമുക്കും ഒരു ആത്മവിശ്വാസവും ദൈവവിശ്വാസവും ഒക്കെ കൊണ്ട് തന്ന കഥയായിരുന്നു അതൊക്കെ. ഇതൊക്കെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വായനയോട് താല്പര്യം തോന്നാൻ വേണ്ടി ചിത്രകഥാ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. വലിയ അക്ഷരമുള്ള ബൈബിൾ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. ഇങ്ങനെ വായനയോട് താല്പര്യം വരാനായിട്ട് കൂടുതൽ, പ്രത്യേകിച്ച് മലയാളം സാഹിത്യത്തോട് താല്പര്യം തോന്നാനായിട്ട് കൂടുതൽ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ആളാണ്. വളരെയധികം സന്തോഷം ഇത് കേട്ടതില്. ഷാൻഡോയുടെ കൂടുതൽ വിവരങ്ങൾ അറിയണം, ഞാൻ അങ്ങോട്ട് വരാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡിയല്ലേ മോനെ? കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ലിയോ ഷാൻഡോയ്ക്കുള്ള 4ാമത്തെ ചോദ്യം. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇങ്ങനെ പറഞ്ഞ് മരണത്തെ പ്രാപിച്ച ഡീക്കൻ ആരാണ്? ശ്രദ്ധിക്കാം. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇങ്ങനെ പറഞ്ഞ് മരണത്തെ പ്രാപിച്ച ഡീക്കൻ ആരാണ്? ഓപ്ഷൻ എ ഫിലിപ്പോസ്, ഓപ്ഷൻ ബി നിക്കോളാവോസ്, ഓപ്ഷൻ സി ടീമോൻ ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റെഫാനോസ്. ആരാണ്? അറിയാം. ചോദ്യം ചോദിച്ചപ്പോഴേ മുഖത്തൊരു പുഞ്ചിരി ഞാൻ കണ്ടു. ഏതാ ഞാൻ ലോക്ക് ചെയ്യേണ്ടത്? ഓപ്ഷൻ ഡി സ്റ്റെഫാനോസ്. ഓപ്ഷൻ ഡി സ്റ്റെഫാനോസ് ലോക്ക് ചെയ്യട്ടെ? കോൺഫിഡന്റ് ആണല്ലോ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഡി സ്റ്റെഫാനോസ്. സ്റ്റെഫാനോസ് ഇതെവിടെയാണ് വായിച്ചത്? അതെനിക്ക് സിസ്റ്റർ പറഞ്ഞു തന്ന ഒരു കഥയാണ്. വേദശം ക്ലാസ്സിൽ വെച്ച് സ്റ്റെഫാനോസ് ഒരു സ്ഥലത്ത് ചെന്ന് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ ജനം അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോയപ്പോഴാണ് അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞത്. അത്രയും വ്യക്തമായിട്ട് ഓർമ്മ നിൽക്കുന്നുണ്ട് സിസ്റ്റർ പറഞ്ഞു തന്ന കഥ അല്ലേ? നമുക്ക് ചോദിക്കാം കമ്പ്യൂട്ടറിനോട്. കമ്പ്യൂട്ടർ പ്ലീസ്. റൈറ്റ് ആൻസർ സ്റ്റെഫാനോസ്. സർപ്രൈസ് ഒന്നുമില്ല, കാരണം ഈ ചോദ്യം ആദ്യം ചോദിക്കാൻ ആദ്യത്തെ ലൈൻ വായിക്കുമ്പോഴേ ഞാൻ ലിയോയുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഞാൻ ശ്രദ്ധിച്ചു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7:60 ഈ ഭാഗം. തീർച്ചയായിട്ടും ടീച്ചർമാർ പറഞ്ഞു തരുന്ന കഥകൾ അത് നമ്മുടെ മനസ്സിനെ എത്രമാത്രം സ്വാധീനിക്കുന്നു അല്ലെ? ചില കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറുന്നു. അപ്പോൾ അവരുടെ ഒന്നും പ്രയത്നം വിഫലമാവുന്നില്ല. വളരെയധികം നമ്മളോട് ആ സമയമെടുത്ത്, ചില ടീച്ചേഴ്സിന് കഥ പറഞ്ഞു തരാൻ വളരെയധികം കഴിവുള്ളവരുണ്ടല്ലേ? ചിലർക്ക് അങ്ങനെ കഥ പറയാനുള്ള ഒരു കഴിവില്ലാത്തവരുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു കഥ പറഞ്ഞു തരുമ്പോൾ ആ ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും. രാത്രി കിടക്കുമ്പോഴും രാവിലെ എണീക്കുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൽ ആ കഥ കേട്ട് 2 ദിവസത്തേക്ക് അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആഴത്തിൽ പതിഞ്ഞു കിടക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞ ദാവീദിനെ പോലെയും ഇപ്പൊ ഇതാ സ്റ്റെഫാനോസ് കണ്ടോ, മോന്റെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല. തീർച്ചയായിട്ടും ആ ടീച്ചറിന് ഒരു താങ്ക്സ് മനസ്സിൽ പറഞ്ഞേരെ. ഓക്കെ, സിസ്റ്റർ ഉണ്ടോ ഇപ്പോഴും? ഇല്ല സിസ്റ്റർ, ഞങ്ങളുടെ ഈ കഴിഞ്ഞ മാസം കണ്ടാണ് പോയത്. ഓക്കെ, അപ്പൊ നമുക്ക് മോന്റെ സ്കോർ അറിയണ്ടേ? സിൽവർ റൗണ്ട് ഓവർ ആയിരിക്കുകയാണ്. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൗണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ സിൽവർ ക്വസ്റ്റ്യന് ലിയോ ഷാൻഡോ നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. സോ ഈ ക്വസ്റ്റ്യന് ലിയോ ഷാൻഡോന് ലഭിക്കുന്നു 10 points. ആൻഡ് സിൽവർ റൗണ്ടിൽ ലിയോ ഷാൻഡോന് ലഭിക്കുന്ന ടോട്ടൽ പോയിന്റ്സ് 30 points. നിശ്ചിതനാട് തീർത്ഥാടനത്തിനായി നിങ്ങൾക്കും അവസരമൊരുക്കുന്ന കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ സീറ്റ് ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ശ്രദ്ധിക്കുക, ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം, നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഏത് പ്രവാചകനോടാണ് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തത്? ചോദ്യം ഒരിക്കൽ കൂടി: നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും.
ഏത് പ്രവാചകനോടാണ് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തത്? ശരിയുത്തരം SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ karandesh@gmail.com. അപ്പോൾ ലിയോ, സിൽവർ റൗണ്ടിൽ 4 ചോദ്യങ്ങളും പൂർത്തിയായിരിക്കുന്നു. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ലിയോയുടെ പപ്പായുടെ അടുത്തേക്ക് ഒന്നുകൂടെ പോകാം. ഷാൻഡോ, മോനോട് ഞാൻ പറഞ്ഞു, ചെറുപ്പകാലത്ത് നമ്മള് ദൈവത്തെ അറിയുമ്പോൾ ഓരോ കഥകളിലൂടെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പ്രതിബിംബം, അത് വളർന്ന് ഏതോ ഒരു പ്രത്യേക ഘട്ടത്തിൽ ജീവിതത്തിൽ ദൈവവുമായിട്ട് നമ്മൾ അറിയാതെ ഹൃദയം കൊണ്ട് അടുക്കുന്ന ഒരു സന്ദർഭം പ്രായമാകുമ്പോൾ വരുന്നൊരു, എവിടെ വെച്ചാണ് ഷാൻഡോ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നിരിക്കുക? ഒത്തിരി കഷ്ടപ്പാടുകൾ നിറഞ്ഞൊരു ബാല്യം ഉണ്ടായിരുന്നു എനിക്ക്. അമ്മച്ചിയുടെ പ്രാർത്ഥനയും, അതായത് കണ്ണീരോടുള്ള പ്രാർത്ഥന കണ്ടിട്ടാണ് നമ്മൾ വളർന്നത്. എനിക്ക് തോന്നുന്നു ഡിവൈൻ ജ്ഞാനകേന്ദ്രം തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ പോട്ട ശുശ്രൂഷകളിൽ അമ്മ പങ്കെടുത്തതിന് ശേഷം വീട്ടിലുണ്ടായ ഒത്തിരി നല്ല ദൈവാനുഗ്രഹങ്ങൾ. ഇതാണ് ഒരു 93 ഏതാണ്ട് ഒരു 94 എനിക്ക് തോന്നുന്നു. എനിക്കൊരു 17 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഡിവൈനിൽ കടന്നു വരുന്നത്. ഡിവൈനിൽ ധ്യാനം കൂടിയതിനു ശേഷം ഏതാണ്ട് 2-3 തവണ വീണ്ടും കടന്നു വരികയും ധ്യാനത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. ബ്രദർ തോമസ് പോളിന്റെ, എനിക്ക് എന്റെ മനസ്സിൽ ഇന്നും ഡിവൈൻ മായാതെ നിൽക്കുന്ന ഒരു ഓർമ്മയാണത്. ഏതാണ്ട് 30,000 പേരോളം പങ്കെടുത്ത ഒരു ധ്യാനം ഉണ്ടായിരുന്നു. 96 എനിക്ക് തോന്നുന്നു. 30,000 പേരെന്ന് പറഞ്ഞാൽ അന്ന് ഈ ഹാളിലൊന്നും കിടക്കാൻ സ്ഥലമില്ല, വരാന്തയിലൊക്കെയാണ് കിടക്കുന്നത്. പക്ഷേ തോമസ് പോൾ ബ്രദറിന്റെ ഒരു ധ്യാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് സഹിക്കാൻ തയ്യാറായി അന്ന് ഞങ്ങളൊക്കെ യൂത്ത് ഞങ്ങൾ 2 പേര് കടന്നു വരികയും ഞങ്ങൾക്ക് ആ ധ്യാനം വളരെ വലിയൊരു ആന്തരിക സൗഖ്യ ധ്യാനം വളരെ വലിയ അനുഗ്രഹമാവുകയും ചെയ്തതാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഡിവൈൻ ശുശ്രൂഷകളെയും ഓട്ട ശുശ്രൂഷകളെയും കളിയാക്കുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് ലോകത്ത്. മദ്യപാനം നിർത്താൻ വേണ്ടി പോട്ടയിൽ പോകുന്നു, ഡിവൈനിൽ ധ്യാനത്തിന് പോകുന്നു. അത് 2-3 ആഴ്ചകൾക്ക് ശേഷം ആ അനുഭവം നഷ്ടമാകുന്നു, വീണ്ടും അവർ പഴയതിലും മോശമായിട്ട് വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവഹേളിതമാകുന്നത് ക്രിസ്തുവിന്റെ മുഖമാണ്. ജീവിതത്തിൽ ഡിവൈനിൽ നിന്നും ഇങ്ങനെയുള്ള ധ്യാനങ്ങളിൽ നിന്നുമൊക്കെ കിട്ടിയ പ്രചോദനങ്ങൾ എനിക്ക് എന്നും തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞാനായിട്ട് ക്രിസ്തുവിന്റെ മുഖം വികൃതമാക്കാൻ പാടില്ല. ഞാൻ പോയി എന്നതിന്റെ പേരിൽ ഡിവൈന്റെ പേര് ചീത്തയാവാൻ പാടില്ല. ഇങ്ങനെ ഒരു നിർബന്ധം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനായിട്ടെങ്കിലും അങ്ങനെ എന്റെ ജീവിതത്തിൽ സമൂഹം എന്നെ നോക്കുമ്പോൾ ഷാൻഡോ ഇങ്ങനെ ധ്യാനവും ഇങ്ങനെയുള്ള കാര്യങ്ങളും പള്ളിയുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് ദൈവത്തിന് മുഖം വികൃതമാകുന്നില്ല, അത് കൂടുതൽ സുന്ദരമാകുന്നു. ഈ 17 വയസ്സിൽ ധ്യാനത്തിന് ശേഷം സ്ഥിരമായിട്ട് പള്ളിയിൽ പോവുകയും അങ്ങനെയുള്ള ഒരു ശീലമുണ്ടോ? തീർച്ചയായിട്ടും 17 വയസ്സിന് ധ്യാനത്തിന് ശേഷം എനിക്ക് സ്ഥിരമായിട്ട് പള്ളി പോകുന്ന ശീലം ഉണ്ടായിരുന്നില്ല. 3 വർഷത്തോളമായിട്ട്. ഇപ്പോ അതിനുശേഷം ഒത്തിരി ധ്യാനങ്ങൾ ഡിവൈനിലല്ലാതെയും പുറത്ത് മറ്റുള്ള ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ ഒത്തിരി ധ്യാനങ്ങളിൽ പങ്കെടുക്കുകയും ദൈവാനുഭവം പതുക്കെ പിന്നെ നല്ല വായനകള്, നല്ല ഗുരുക്കന്മാരായിട്ട്, ഏറ്റവും പ്രത്യേകമായിട്ട് ഓർക്കുന്നത് നല്ല വൈദികരായിട്ടുള്ള ബന്ധം. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തൊട്ടടുത്താണ് സന്നിധാനാശ്രമം. സന്നിധാനാശ്രമത്തിൽ അന്ന് ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഡയറക്ടറായിരുന്ന ഫാദർ ജോർജ് കരിന്തോളില് അച്ഛന്റെ ശിക്ഷണത്തിലാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ തുടക്കം തന്നെ. ചർച്ചിൽ എന്തെങ്കിലും ശുശ്രൂഷകളിൽ അങ്ങനെ വല്ലതും പങ്കെടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഒരു 3 വർഷത്തോളമായിട്ട് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു കൃപയാണ് വിശുദ്ധ കുർബാന. ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടങ്ങാൻ എന്നെ അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു എന്റെ ജോലി വർഷമായിട്ട് ലാസ്റ്റ് 3 വർഷമായിട്ട് ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടങ്ങാതെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അത് എനിക്ക് അതിനകത്തുനിന്ന് ഒരു മെസ്സേജ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മളുടെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിശുദ്ധ കുർബാനയെ മാറ്റി നിർത്തുമ്പോൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ മറ്റുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തുമ്പോൾ ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആ കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് തിരിച്ചു വരുന്ന ഒരു അനുഭവമാണ് എന്റെ ജീവിതത്തിൽ ഈ 3 വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പള്ളിയിൽ ദേവാലയ ശുശ്രൂഷ ചെയ്യുന്നത് കൊയറിലാണ്. ആഴ്ചയിൽ 5 ദിവസം കൊയറിലുണ്ട്. വൈകുന്നേരം കുർബാനയുള്ള 2 ദിവസം. എന്താണ് ചെയ്യുന്നത്? ഞാൻ പാട്ടുപാടുകയാണ്. തീർച്ചയായിട്ടും നമുക്കൊരു പാട്ട് കേൾക്കാം, അതിലേക്ക് ഞാൻ വരാം. നമുക്ക് അതിനു മുമ്പ് അടുത്ത റൗണ്ടിലേക്ക് പോകാം. ഓക്കെ, ഞാൻ അങ്ങോട്ട് തിരിച്ചു വരാം. അപ്പം ലിയോ, കാനാൻ ദേശം സീസൺ 2-വിൽ ദ സെക്കൻഡ് റൗണ്ട്, ഗോൾഡൻ റൗണ്ട്. ഗോൾഡൻ റൗണ്ടിൽ വീണ്ടും 4 ചോദ്യങ്ങൾ. 4 ചോദ്യത്തിനും 10 പോയിന്റ്സ്. 2 ചോദ്യത്തിന് അടുത്ത് ആൻസർ തെറ്റുകയാണെങ്കിൽ 10 പോയിന്റ്സ് മൈനസ്.
അതുപോലെ 4 ചോദ്യങ്ങൾക്കും റൈറ്റ് ആൻസർ ചെയ്താൽ 10 പോയിന്റ്സ് ബോണസ്. അതുകൂടാതെ ഇതിൽ ഓപ്ഷൻസ് ഉണ്ടാവില്ല, മറിച്ച് മുമ്പിലിരിക്കുന്ന ബൈബിൾ നോക്കി ആൻസർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 5 പോയിന്റ്സ് മൈനസ് ആവും. ഓക്കെ, റെഡിയാണോ? പോകാം. കാനാൻ ദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിൽ ലിയോ ഷാൻഡോയ്ക്കുള്ള ഗോൾഡൻ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. രക്ഷ തങ്ങളുടെ മാത്രം അവകാശമാണെന്ന് വിശ്വസിച്ചിരുന്ന ജനവിഭാഗം ഏതെന്നാണ് യോനായുടെ പുസ്തകത്തിൽ പറയുന്നത്? ശ്രദ്ധിച്ചു കേൾക്കുക. രക്ഷ തങ്ങളുടെ മാത്രം അവകാശമാണെന്ന് വിശ്വസിച്ചിരുന്ന ജനവിഭാഗം ഏതാണെന്നാണ് യോനായുടെ പുസ്തകത്തിൽ പറയുന്നത്? ഒരു രക്ഷയില്ല, ആലോചിച്ചാലും കിട്ടില്ല. ചെറിയൊരു ഡൗട്ടുണ്ട്. ചെറിയ ഡൗട്ടുണ്ട്, അത് ക്ലിയർ ചെയ്യണം. ഉറപ്പില്ല. ലൈഫ് ലൈൻ യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, റെഡി? രക്ഷ തങ്ങളുടെ മാത്രം അവകാശമാണെന്ന് വിശ്വസിച്ചിരുന്ന ജനവിഭാഗം ഏതെന്നാണ് യോനയുടെ പുസ്തകത്തിൽ പറയുന്നത്? കിട്ടിയോ? പറഞ്ഞോളൂ. ഇസ്രായേൽ. ഇസ്രായേൽ ജനം. ഉറപ്പാണല്ലോ. കമ്പ്യൂട്ടർ പ്ലീസ്. ഇസ്രായേൽ ജനം, റൈറ്റ് ആൻസർ. ഇപ്പോൾ ഗോൾഡൻ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം. സ്കോർ അറിയാം. ഷാലറ്റിനോട് ചോദിക്കാൻ പോയിന്റ് ബാങ്കിൽ. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റിന് ലിയോ ഷാൻഡോ ലൈഫ് ലൈൻ ഉപയോഗിച്ചതുകൊണ്ട് ലിയോ ഷാൻഡോ യു ആർ ഗെറ്റിംഗ് 5 പോയിന്റ്സ്. അപ്പോൾ ഗോൾഡൻ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം 5 പോയിന്റ്സ്. സന്തോഷമല്ലേ? ചിരിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ചു, ഓഡിയൻസ് നോക്കിയിരിക്കുകയാണ്. ലിയോയുടെ പപ്പായുടെ ഒരു പാട്ട് നമുക്ക് കേട്ടിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡി? റെഡിയല്ലേ? ഞങ്ങളുടെ പള്ളി തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ആ ദേവാലയത്തിൽ അനുദിന ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും ആ ഗാനശുശ്രൂഷ ചെയ്യുവാൻ അവിടുന്ന് അനുവദിച്ച വലിയ സ്നേഹത്തെ ഓർത്ത് ഈശോയുടെ തിരുഹൃദയത്തിന് ഈ 4 വരികളിൽ സമർപ്പിക്കുന്നു. സ്നേഹാഗ്നിയായെന്നുമെരിയും കാരുണ്യരൂപന്റെ ഹൃദയം ജീവന്റെ നീർധാര ചൊരിയാൻ ക്രൂശിൽ തുറന്നോരു ഹൃദയം. സ്നേഹാഗ്നിയായെന്നുമെരിയും കാരുണ്യരൂപന്റെ ഹൃദയം ജീവന്റെ നീർധാര ചൊരിയാൻ ക്രൂശിൽ തുറന്നോരു ഹൃദയം. വളരെ വളരെ മനോഹരമായിരിക്കുന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒത്തിരി കേട്ടുള്ള, ദാസേട്ടന്റെ ശബ്ദത്തിൽ കേട്ടുള്ള ഒരു പാട്ടാണല്ലേ, തരങ്ങണി കാസറ്റില്. ആ കാലമൊക്കെ, അതായത് ഒരു ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമ്മൾ തരങ്ങണിയുടെ കാസറ്റിന് വേണ്ടി കൊതിയോടെ, അതായത് ഒരുപക്ഷെ നമ്മൾ ക്രിസ്മസിന് കേക്ക് ആ പ്രായത്തിൽ അതിനെ കഴിഞ്ഞും താല്പര്യത്തോടെ ഈ കാസറ്റ് ഒന്ന് ഇറങ്ങാൻ വേണ്ടി കാത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വെറും മാക്സിമം 9 പാട്ടുകൾ അല്ലെങ്കിൽ 8 പാട്ടുകൾ, 8ഉം ഹിറ്റായിരിക്കും. ഈ 8 പാട്ടുകളും വീണ്ടും വീണ്ടും ആർത്തിയോടെ, അടുത്ത ക്രിസ്മസ് ആകുന്നവരെ ആർത്തിയോടെ കേൾക്കും. അതിനടുത്ത ക്രിസ്മസിലും ഇതിന്റെ ഫ്രഷ്നെസ് പോകുന്നില്ല. അത്ര നല്ല കമ്പോസിഷൻസ്. എന്നായിരിക്കും ഇനിയും അങ്ങനെയുള്ള ഒരു കാലം ക്രിസ്ത്യൻ ഡിവോഷണൽ ഫീൽഡിൽ കൊതിക്കാറുണ്ട് അല്ലേ? പ്രത്യേകിച്ചും പാടുന്നവരും പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരും. അങ്ങനൊരു കാലം വരട്ടെ, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. എന്തായാലും നല്ല നല്ല പാട്ടായിരുന്നു, വളരെ നന്നായിട്ട് പാടി. താങ്ക് യു. അപ്പോ ലിയോ, നമുക്ക് ലിയോയുടെ പ്രിയപ്പെട്ട മമ്മിയുടെ അടുത്തേക്ക് ഒന്ന് പോകാം. മമ്മി ഒന്ന് പരിചയപ്പെടാം. വേദപാഠ ടീച്ചറാണെന്ന് പറഞ്ഞു, ഒന്ന് പരിചയപ്പെടുത്തൂ. എന്റെ പേര് ഷീമോൾ.
ഞാൻ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുന്നു. മലയാറ്റൂര് തന്നെയാണ്. ഞാൻ ഞായറാഴ്ച കാറ്റിസം പഠിപ്പിക്കുന്നത് 2ാം ക്ലാസ്സിലാണ്. ആ പ്രായത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ശരിക്കും? അവരോടൊക്കെ 2ാം ക്ലാസ്സിലുള്ള കുട്ടികളോടൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അവരുടെ മനസ്സിൽ, നമ്മൾ മുമ്പ് പറഞ്ഞ കഥകളിലൂടെ, ഇപ്പൊ മോന കഥ കേട്ട് മനസ്സിൽ ഓർമ്മ നിന്നിരുന്നു, അതുപോലെ കഥകളിലൂടെയാണോ കുട്ടികൾ താല്പര്യം കാണിക്കാറുണ്ടോ? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കഥകൾ കേൾക്കാനാണ് കൂടുതൽ താല്പര്യം. ബൈബിളിലെ അങ്ങനെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. ഈശോയെ കുറിച്ച് കൂടുതൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ എനിക്കും കൂടുതൽ അറിവുകൾ കിട്ടുകൊണ്ടിരിക്കുകയാണ് പഠിപ്പിക്കുമ്പോൾ. തീർച്ചയായിട്ടും വളരെ സന്തോഷമായിട്ടാണ് ഞാനത് കൊണ്ടുനടക്കുന്നത്. എൻജോയ് ചെയ്യുന്നു ആ പ്രൊഫഷൻ അല്ലേ? ചെയ്യുന്നു. അതിന് വീട്ടിലെല്ലാ അപ്പച്ചന്റെ അമ്മച്ചിയുടെയൊക്കെ നല്ല സപ്പോർട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം അങ്ങനെയാണല്ലോ ഹസ്ബൻഡും എല്ലാവരും അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലാവരും ചേർന്ന ഒരു കുടുംബം. അതെ, കല്യാണത്തിന് മുമ്പ് എനിക്ക് ഇത്രയൊന്നും ഇതുണ്ടായില്ല. ചേട്ടന്റെ കൂടെ കൂടിയ പിന്നെയാണ് കൂടുതൽ ദൈവത്തെ അറിയാൻ വിശ്വാസത്തിൽ വന്നത്. ഓക്കെ, സാധാരണ തിരിച്ചാണ് സംഭവിക്കാറ്, ഇവിടെ നേരെ മറിച്ചാണ് അല്ലേ? എനിഹോ, വളരെയധികം സന്തോഷം. നമുക്ക് അമ്മച്ചിയുടെ അടുത്തേക്കൊക്കെ വരാം. അതിനു മുമ്പ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൌണ്ടിൽ ലിയോ ഷാൻഡോയ്ക്കുള്ള 2ാമത്തെ ചോദ്യം. സുവിശേഷ ഭാഗ്യങ്ങൾ അനുസരിച്ച് നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർക്ക് ലഭിക്കുന്ന ഭാഗ്യം എന്ത്? സുവിശേഷ ഭാഗ്യങ്ങൾ അനുസരിച്ച് നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർക്ക് ലഭിക്കുന്ന ഭാഗ്യം എന്ത്? അറിയാം, പറഞ്ഞോളൂ. അവർ സ്വർഗരാജ്യം അവകാശമാക്കും. സ്വർഗരാജ്യം അവകാശമാക്കും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ. ചോദിക്കട്ടെ, കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. മുഖത്തൊരു കൺഫ്യൂഷൻ ചെറുതായിട്ട്. ചോദിക്കാം നമുക്ക്. കമ്പ്യൂട്ടർ പ്ലീസ്. സ്വർഗരാജ്യം അവരുടേതാണ്. അവർ സ്വർഗരാജ്യം അവകാശപ്പെടുത്തും. റൈറ്റ് ആൻസർ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കൻ ലിയോ. റൈറ്റ് ആൻസർ അഗെയിൻ. ഗോൾഡൻ റൌണ്ടിൽ നമുക്ക് പോയിന്റിലേക്ക് പോകാം. പോയിന്റ് ബാങ്ക് ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൌണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റിന് ലിയോ ഷാൻഡോയ്ക്ക് ലഭിക്കുന്നു 10 പോയിന്റ്സ്. അപ്പോൾ വീണ്ടും 10 പോയിന്റ്സ് ഗോൾഡൻ റൌണ്ടിൽ. സന്തോഷമല്ലേ? നമുക്ക് ലിയോയുടെ മുത്തശ്ശിയെ പരിചയപ്പെടാം. പ്രിയപ്പെട്ട മുത്തശ്ശി അല്ലേ? നമുക്ക് മുത്തശ്ശിയുടെ ഒരു പരിഭവം കൂടെ പറയാനുണ്ട്. ഇപ്പൊ അനിയൻ മാത്രമാണ് മുത്തശ്ശിയുടെ കൂടെ. ഞാൻ പറഞ്ഞിട്ടാണോ അവനോട് കിടത്തിയിരിക്കുന്നത്? ആണ്, നമ്മുടെ ഒരു ത്യാഗമാണല്ലേ? എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാനാണ് ഇഷ്ടം. അതെ, വലിയ കൊച്ചായന്റെ ഒരു ഇത്. വലിയ കൊച്ചായാലോ അല്ലേ? വലിയ കൊച്ചാകുമ്പോ നമ്മൾ ഒറ്റയ്ക്ക് കിടക്കണം, തനിയെ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി കാണിക്കണം രാത്രിയാവുമ്പോ അല്ലേ? അതൊക്കെ വലിയൊരു ഹീറോയിസമാണ് നമ്മുടെ അല്ലേ? ഒരല്പം പേടിയുണ്ടെങ്കിലും. പേടിയൊന്നുമില്ല. പേടിയാണ്. അത് സമ്മതിച്ചു. വെരി ഗുഡ്. സാധാരണ എനിക്ക് പേടിയുണ്ടെങ്കിലും പേടിയൊന്നുമില്ല. ഞാൻ മുറ്റത്തൊക്കെ ഇറങ്ങും. ഞാൻ 7ാം ക്ലാസ്സിലായി അല്ലേ? അതെല്ലാം നമുക്ക് മുത്തശ്ശി ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് റോസി അയ്പ്. എനിക്ക് 3 മക്കളാണ്. എന്റെ ഇളയ മോനാണ് ഷാൻഡോ. മൂത്തവര് ഒരാണും ഒരു പെണ്ണുണ്ട്. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. എല്ലാവർക്കും മക്കളുമായി. അപ്പച്ചൻ വന്നിട്ടില്ല. അപ്പച്ചൻ പോകുന്നില്ല. ഇവരുടെ അപ്പച്ചൻ വന്നിട്ടില്ല. അപ്പച്ചൻ ഇപ്പോഴും കൃഷിപ്പണികളൊക്കെ ചെയ്യും. അതെ, ഞങ്ങൾക്ക് കൃഷിപ്പണിയാണ്. ഉണ്ട്. അപ്പച്ചൻ ആരോഗ്യവാനാണ്. അതെ. കൂടെ അപ്പം നമ്മുടെ ലിയോയ്ക്കും ഫാമിലിക്കും വളരെ തണലായിട്ട് ഇളയ മകനാണ്. അപ്പൊ മൂത്തവരൊക്കെ അടുത്ത് തന്നെ ഉണ്ടോ? രണ്ടുപേരും അടുത്തുണ്ട്. ഞങ്ങളുടെ ഇടവക തന്നെയാ അവർ രണ്ടുപേരും. അപ്പോൾ മോളെ അകലെ കിട്ടിച്ചേർന്നെങ്കിൽ അവള് ഞങ്ങളുടെ ഇടവകയ്ക്ക് തന്നെ വന്നു. ഓക്കെ. അപ്പൊ മുത്തശ്ശിയുടെ സ്ഥാനം എന്താ പറയാ, മുത്തശ്ശിയുടെ കൂടെ കിടക്കാനുള്ള സ്ഥാനം തട്ടിയെടുത്ത ആള് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. നമുക്ക് അവനെ ഒന്ന് പരിചയപ്പെട്ടാലോ? 3 വയസ്സായപ്പോ തുടങ്ങി എന്റെ കൂടെ തന്നെ ആയിരുന്നു. അതെ. അമ്മ ഇവന് ഇപ്പൊ തന്നെ ആളെ എനിക്ക് കിട്ടിയായിരുന്നു. അതെ. പിന്നെ ഇപ്പൊ മാറിയിട്ട് 1 മാസത്തോളം ആയുള്ളൂ. അതായത് മുത്തശ്ശിക്കും മുത്തശ്ശനുമാണ് പപ്പായും അമ്മയും നിലയ്ക്ക് നിർത്താൻ ലോകത്ത് ആകെ അധികാരമുള്ള 2 പേര്. അതുകൊണ്ട് അവർക്ക് മുത്തശ്ശിയോട് പ്രത്യേക ഒരു അടുപ്പം ഉണ്ടാവും. ഒന്ന് കൊടുക്കും അവന്റെ കയ്യില്. പേര് പറയുമോനെ? എന്റെ പേര് ടോം ഷാൻഡോ. ഏത് ക്ലാസ്സിലാ? 3ാം ക്ലാസ്സില്. പറ, ചേട്ടായിയെ പറ്റി എന്നാ അഭിപ്രായം? ചേട്ടായി എന്നാണോ വിളിക്കുന്നത്? പിന്നെ എന്താ വിളിക്കുക? ചേട്ടായി പറ്റി പറയൂ. ചേട്ടായി എങ്ങനെയുണ്ട് വീട്ടില്? നന്നായി പെരുമാറും. വഴക്കൊന്നും ഉണ്ടാക്കില്ല. നിങ്ങൾ എപ്പോഴും സ്നേഹമാണ്. ഇടയ്ക്ക് വഴക്കൂടും. ആരാ അടി കൊടുക്കുക അങ്ങോട്ട്?
ഞാനാ കൊടുക്കുക അല്ലേ? ചേട്ടായി കൊള്ളും. അങ്ങനെയാണോ? തിരിച്ചും തരും. ഓക്കെ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കൽ വാങ്ങലുണ്ട്. കുഴപ്പമില്ല അപ്പൊ അല്ലേ? എന്നാലും കൂടുതൽ കുസൃതി എനിക്ക് മുഖം കണ്ടിട്ട് അങ്ങനെയുണ്ടോ? ഭയങ്കര വാശിക്കാരനാണ്. കണ്ടോ, ചേട്ടായിയുടെ അഭിപ്രായം അതാണ്. ഓക്കെ, എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. മിടുക്കനായിട്ട് പഠിക്കണം. ഓക്കെ, കുറച്ചുനാൾ കഴിയുമ്പോൾ നമുക്ക് ഈ സീറ്റിൽ വന്നിരിക്കണം കേട്ടോ. പഠിക്കണം ബൈബിളൊക്കെ. ഇനി അടുത്തൊരാൾ ഇരിപ്പുണ്ട്, അദ്ദേഹത്തെ പരിചയപ്പെടാം. ആരാണ്? എന്റെ പേര് ഷീബ. ഷീമോളുടെ ചേച്ചിയാണ്. ആലുവയിലാണ് വീട്. ഓക്കെ, ഞാൻ ജനറലേറ്റില് ക്രാഫ്റ്റ് വർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. എവിടെ? ആലുവയിൽ തന്നെ. ആലുവയില്. ആഹാ, ഇപ്പൊ മോനെ ഒരു സപ്പോർട്ടായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നലെ വീട്ടിലെത്തി ഇങ്ങനെ വരികയായിരുന്നു ഇത്. ഞാൻ ആലുവയിൽ നിന്നാ നേരിട്ട് പോന്നേക്കണേ. ഓക്കെ, ഇന്നലെ ഒരു കണ്ടസ്റ്റന്റ് വന്നപ്പോൾ ചേച്ചി അമ്മയെ പോലെ തന്നെ ഒരു സപ്പോർട്ട്, അതാണോ? ഓക്കെ, അത് തന്നെയാണ്. ആണ്. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ലിയോ ഷാൻഡോയ്ക്കുള്ള മൂന്നാമത്തെ ചോദ്യം. അമ്പത്തേഴാം സങ്കീർത്തന പ്രകാരം ആകാശത്തോളം ഉന്നതമായിട്ടുള്ളത് എന്താണ്? 57 സങ്കീർത്തന പ്രകാരം ആകാശത്തോളം ഉന്നതമായിട്ടുള്ളത് എന്താണ്? ഡൗട്ടുണ്ട്. ബൈബിൾ നോക്കണം. പറഞ്ഞു നോക്കുന്നില്ല. ലൈഫ് ലൈൻ തന്നെ. ഓക്കെ, 57 സങ്കീർത്തന പ്രകാരം ആകാശത്തോളം ഉന്നതമായിട്ടുള്ളത് എന്താണ്? വായിക്കുമോ? വായിച്ചോളൂ. സങ്കീർത്തനം 57 10 വാക്യം. അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതാണ്. ആകാശത്തോളം ഉന്നതമായിട്ടുള്ളത് എന്താണ്? ദൈവത്തിന്റെ കരുണ. ദൈവത്തിന്റെ കരുണ. ചോദിക്കാം കമ്പ്യൂട്ടറിനോട്. കമ്പ്യൂട്ടർ പ്ലീസ്. ദൈവത്തിന്റെ കാരുണ്യം. റൈറ്റ് ആൻസർ. ഗോൾഡൻ റൗണ്ടിൽ 3 ചോദ്യങ്ങൾ. സ്കോർ അറിയാം നമുക്ക്. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ തേർഡ് ക്വസ്റ്റിന് ലിയോ ഷാൻഡോ ലൈഫ് ലൈൻ ഉപയോഗിച്ചതുകൊണ്ട് ലിയോ ഷാൻഡോയ്ക്ക് ലഭിക്കുന്നു 5 പോയിന്റ്സ്. അപ്പൊ ഗോൾഡൻ റൗണ്ടിൽ 3 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ആൻസർ ദൈവത്തിന്റെ കാരുണ്യം അല്ലേ? ഇപ്പോൾ കരുണയുടെ വർഷമാണ്. നിങ്ങളുടെ ചർച്ചിലുണ്ടോ കരുണയുടെ വർഷത്തിന്റെ കവാടം ഉള്ള ചർച്ചാണോ? മലയാറ്റൂർ പള്ളി. മലയാറ്റൂർ പള്ളിയുടെ അടുത്താണല്ലേ നിങ്ങൾ താമസിക്കുന്നത്? അടുത്തല്ല, ഒരു 4-5 കിലോമീറ്റർ അകലെയുണ്ടോ. എങ്ങനെ മുത്തപ്പനെ കാണാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? ഞായറാഴ്ച ഞങ്ങള് അടിവാരത്തൊക്കെ പോവാറുണ്ട്. മലമുകളുടെ താഴെയുള്ള സ്റ്റാച്യൂലൊക്കെ പോവാറുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് ചെറിയ കൂടെ ഒക്കെ അവിടുത്തെ പുഴയുടെ ആ തീരത്തെ കൂടെ ഒക്കെ അവിടെയൊക്കെ നടക്കാറുണ്ട്. ഇപ്പം മലയാറ്റൂർ മുത്തപ്പന്റെ അടുത്താണ് നിങ്ങള്. അപ്പൊ കരുണയുടെ ഞങ്ങളുടെ വീടിന്റെ മുകളിൽ നിന്ന് മല കാണുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ലിയോ ഷാൻഡോയ്ക്കുള്ള 4ാമത്തെ ചോദ്യം. യേശു 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ സംഭവം വിവരിക്കുന്ന സുവിശേഷകൻ ആരാണ്? ശ്രദ്ധിക്കുക. യേശു 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ സംഭവം വിവരിക്കുന്ന സുവിശേഷകൻ ആരാണ്? തന്നെ ലൈഫ് ലൈനാണ്. ഒരു രക്ഷയില്ല. നോക്കാം. പത്ത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ സംഭവം.
ആരുടെ സുവിശേഷത്തിലായിരിക്കും? ലിയോ, ടൈം ഔട്ട്. എവിടെയാ നോക്കിക്കൊണ്ടിരുന്നത്? ആരുടെ സുവിശേഷമാണ് നോക്കിക്കൊണ്ടിരുന്നത്? ലൂക്ക. വിശുദ്ധ ലൂക്ക, അതിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഉത്തരം ഒരു ഗസ് ഉണ്ട്. മത്തായി ആണോ എന്ന് സംശയമുണ്ട്. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. നമുക്ക് ചോദിക്കാം. എനിഹൗ ടൈം ഔട്ടായി. കമ്പ്യൂട്ടർ പ്ലീസ്. വിശുദ്ധ ലൂക്ക. ഒരൽപ്പം കോമൺ സെൻസ് പ്രയോഗിച്ചിരുന്നെങ്കിൽ അല്ലേ? വിശുദ്ധ ലൂക്കയാണ് റൈറ്റ് ആൻസർ. 17-ാം അധ്യായം 11 മുതൽ 19 വരെ വാക്യങ്ങൾ. അപ്പം ഗോൾഡൻ റൗണ്ടിലെ 4 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു. സ്കോർ അറിയാം. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ ഗോൾഡൻ ക്വസ്റ്റ്യൻ, ടൈം ഔട്ട് ആയിരിക്കാണ്. സോ ഈ ക്വസ്റ്റ്യന് നോ പോയിന്റ്സ്. ആൻഡ് ഗോൾഡൻ റൗണ്ടിൽ ലിയോ ഷാൻഡോയ്ക്ക് ലഭിക്കുന്ന ടോട്ടൽ പോയിന്റ്സ് 20 പോയിന്റ്സ്. സിൽവർ റൗണ്ടിൽ 30 പോയിന്റ്സ്. ആൻഡ് ഇതുവരെയുള്ള ലിയോ ഷാൻഡോയുടെ പോയിന്റ് നില 50 പോയിന്റ്സ്. നിശ്ചിതനാട് തീർത്ഥാടനത്തിനായി നിങ്ങൾക്കും അവസരമൊരുക്കുന്ന കാനാൻ ദേശം സീസൺ 2-ലെ ഗോൾഡൻ സീറ്റ് ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ശ്രദ്ധിക്കുക, ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം, നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഏത് പ്രവാചകനോടാണ് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തത്? ചോദ്യം ഒരിക്കൽ കൂടി. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഏത് പ്രവാചകനോടാണ് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തത്? ശരിയുത്തരം SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ karandesan@gmail.com. സോ 2 റൗണ്ടുകൾ കഴിയുമ്പോൾ 50 പോയിന്റ്സ് ആണ്. ഇനിയാണ് മാക്സിമം സ്കോർ ചെയ്യാവുന്ന റൗണ്ട്. ഏതാണ് അടുത്ത റൗണ്ട്? ഡയമണ്ട് റൗണ്ട്. അറിയാമല്ലോ. ഇപ്പൊ ഡയമണ്ട് റൗണ്ടിലേക്ക് പോകാം. റെഡിയല്ലേ? കാനാൻ ദേശം സീസൺ 2-വിൽ ദ ഫൈനൽ റൗണ്ട്, ഡയമണ്ട് റൗണ്ട്. ഡയമണ്ട് റൗണ്ട് മോൻ തന്നെ പറഞ്ഞു, അറിയാം. ഇതിൽ മാക്സിമം 300 പോയിന്റ് സ്കോർ ചെയ്യാം അല്ലേ? 4 ചോദ്യങ്ങൾക്കും കൂടെ വന്നിരിക്കുന്ന പേരന്റ്സിന്റെ സഹായം ചോദിച്ച് ആൻസർ ചെയ്യുകയാണെങ്കിൽ ഓരോ ചോദ്യത്തിനും 10 പോയിന്റ്സ് ലഭിക്കുകയുള്ളൂ. മറിച്ച് മോൻ തന്നെ ഡയറക്റ്റ് ആൻസർ ചെയ്യുകയാണെങ്കിൽ ഈ ഒറ്റ റൗണ്ടിൽ മാത്രം 300 പോയിന്റ് സ്കോർ ചെയ്യാൻ പറ്റും. എങ്ങനെ പോകുന്നു? മോൻ എടുക്കുന്ന ഡിസിഷനെ ആശ്രയിച്ചിരിക്കും. ഡയറക്റ്റ് പോകും. 300 ഞാൻ സ്കോർ ചെയ്യും. ചെയ്യണ്ടേ നമുക്ക്? റെഡി? പോകാം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ലിയോ ഷാൻഡോയ്ക്കുള്ള ആദ്യത്തെ ചോദ്യം. ജോനാഥന്റെ പിതാവ് ആര്? ശ്രദ്ധിച്ചു കേൾക്കാം. ജോനാഥന്റെ പിതാവ് ആര്? വളരെ പ്ലസന്റ് ആയിട്ടായിരിക്കും അല്ലേ? ഡയമണ്ട് റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം കേട്ട ഉടനെ ഒരു പുഞ്ചിരി. പറഞ്ഞോളൂ. സാവൂൾ. ഉറപ്പാണല്ലോ അല്ലേ? സന്തോഷം കൊണ്ട് ആൻസർ മാറിയൊന്നും പോയിട്ടില്ല. ചോദിക്കട്ടെ കമ്പ്യൂട്ടറിനോട്. കമ്പ്യൂട്ടർ പ്ലീസ്. സാവൂൾ ഇസ് ദ റൈറ്റ് ആൻസർ. ഡയമണ്ട് റൗണ്ടിൽ ഏറ്റവും വിലയേറിയ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം വളരെ ഈസി ആയിട്ട്, എല്ലാം ഈസിയാക്കി തരണേന്ന് പ്രാർത്ഥിച്ചിട്ടാണോ വന്നത് ഈശോയുടെ? ആണോ? അങ്ങനെ തന്നെയാണോ വരുന്നത്? അതെ അല്ലേ? സന്തോഷമുണ്ട്. ഇനി 3 ചോദ്യങ്ങൾ കൂടി ബാക്കി. നമുക്ക് പോകാം. സ്കോർ ചോദിക്കാം ഷാലറ്റിനോട്. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റിന് ലിയോ ഷാൻഡോയുടെ ഉത്തരം കറക്റ്റ് ആണ്. സോ ഈ ക്വസ്റ്റിന് ലിയോ ഷാൻഡോയ്ക്ക് ലഭിക്കുന്നു 20 പോയിന്റ്സ്. 20 പോയിന്റ്സ്. അടുത്ത ചോദ്യം എത്ര പോയിന്റിന്റെയാണ്? 40 പോയിന്റ്സ്. ഒറ്റ ചോദ്യം ആൻസർ ചെയ്താൽ 40 പോയിന്റ്സ് ലഭിക്കും. പോകാം നമുക്ക് ആ ചോദ്യത്തിലേക്ക്. റെഡിയല്ലേ? കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ലിയോ ഷാൻഡോയ്ക്കുള്ള രണ്ടാമത്തെ ചോദ്യം. യോപ്പായിൽ വെച്ച് പത്രോസ് ഉയർപ്പിച്ച ശിഷ്യയുടെ പേരെന്ത്? യോപ്പായിൽ വെച്ച് പത്രോസ് ഉയർപ്പിച്ച ശിഷ്യയുടെ പേരെന്ത്?
ഒരു വൈഡ് ഗസ് നടത്തി നോക്കൂ. നമുക്ക് ലൈഫ് ലൈൻ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അത് നമ്മൾ ആദ്യം തീരുമാനിച്ചു കഴിഞ്ഞു. ബൈബിൾ നോക്കാൻ വയ്യ. സോ കുറച്ചു മുമ്പ് മനസ്സിൽ വന്ന ആൻസർ നമ്മൾ പറയാതിരുന്നു. എന്താ വരുന്നത്? ആൻസർ പറഞ്ഞു. എന്താണ്? ചെറിയൊരു ആൻസർ പറഞ്ഞു. പറയൂ, ഏതാണ് മനസ്സിൽ വരുന്നത്? പത്രോസ് ഉയർപ്പിച്ച ശിഷ്യ. ആരാണ്? കിട്ടുന്നില്ല. ടൈം ഔട്ട്. ഇപ്പോൾ ഡയമണ്ട് റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം വന്നപ്പോഴേ മുഖം മങ്ങിയിരുന്നു. എനിക്കോ നമുക്ക് ആൻസർ ചോദിക്കാം. കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. തബീത്ത ഇസ് ദ റൈറ്റ് ആൻസർ. കേട്ടിട്ടുണ്ടോ മോൻ ഈ ഭാഗം? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9:40 വായിച്ചിട്ടില്ല ആ ഭാഗം അല്ലേ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ്. ഇത്രയൊക്കെ മതി അല്ലേ? ഇനി അടുത്ത മത്സരങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതിലും ഡെവലപ്പ് ചെയ്യും അല്ലേ? ഈ ആൻസർ ഇനി ഒരിക്കലും മറന്നു പോവില്ല. ഫീഡ് ചെയ്തു അല്ലേ? അപ്പൊ നമുക്ക് സ്കോർ ഒന്ന് ചോദിച്ചിട്ട് പോകാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റിന് ലിയോ ഷാൻഡോയ്ക്ക് ഉത്തരം പറയാൻ സാധിച്ചില്ല. സോ ഈ ക്വസ്റ്റിന് നോ പോയിന്റ്സ്. ലിയോ, നമ്മുടെ ഡയമണ്ട് റൗണ്ടിൽ ആദ്യത്തെ 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ലിയോയുടെ കുടുംബത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ വരികയാണ്. എങ്ങനെയാണ് ഷാൻഡോ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? കുടുംബ പ്രാർത്ഥന വീട്ടില് നിർബന്ധമാണ്. അതിനു മുമ്പ് എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം, എന്റെ മക്കൾക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അവരുടെ അപ്പാപ്പയുടെ അമ്മാമ്മയുടെ കൂടെ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായിട്ട് ഞാൻ കാണുന്നു. 7 മണി 7:30 എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ പ്രാർത്ഥന ചൊല്ലിയിരിക്കണം. അതിനകത്ത് ഓർക്കുന്ന മറ്റൊരു കാര്യം, ലിയോ ഒരു 4 വയസ്സ് ഒക്കെ പ്രായമുള്ള സമയത്ത് ലിയോയ്ക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. പക്ഷെ 20 രഹസ്യവും ലിയോ കാണാതെ ചൊല്ലുമായിരുന്നു. എന്നിട്ട് ഞങ്ങളിത് പുള്ളിക്ക് വായിക്കാൻ അറിയാം എന്ന് ഞങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുസ്തകം നോക്കിയിട്ട് ഇത് കാണാതെ ചൊല്ലുകയാണ് പതിവ്. അക്ഷരം അറിയില്ലായിരുന്നു കൊച്ചിന് ആ സമയത്തൊന്നും. അങ്ങനെ ചെറുപ്പം മുതൽ പ്രാർത്ഥനയിൽ വളരാൻ മക്കൾക്ക് ഭാഗ്യം ലഭിച്ചതിന്റെ അപ്പച്ചന്റെ അമ്മച്ചിയുടെയും തണലില് അവരോടൊപ്പം ജീവിക്കാൻ സാധിച്ചതുകൊണ്ടാണ്. എന്റെ മക്കളുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്ന ഒരു ദൈവാനുഗ്രഹമായിട്ട് കരുതുന്ന ഒരു ഭാഗമാണത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം അത് അപ്പച്ചനും അമ്മച്ചിക്കും അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം. കാരണം അങ്ങനെ ഒരു മകൻ, അതായത് ഷാൻഡോയെ പോലെ ഒരു മകൻ, കാരണം അപ്പന്റെ അമ്മയുടെയും വില അറിയുന്ന, കാരണം ഇന്ന് എല്ലാവരും വൃദ്ധസദനത്തിലേക്ക് ആക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൊച്ചുമക്കൾ അവരുടെ കൂടെ വളരണം എന്ന് ആഗ്രഹിക്കുന്ന, നമ്മൾ അങ്ങനെയുള്ള പുതിയ ഇപ്പൊ വരുന്ന പുതിയ ജനറേഷനിൽ പലരും ഇതിലേക്ക് കൂടുതൽ അടുക്കുന്നുണ്ട്. എനിക്കൊന്ന് വാട്സാപ്പ് വഴിയുള്ള മെസ്സേജുകൾ കണ്ടല്ല ഇത് മനസ്സിലാക്കേണ്ടത്. എങ്കിൽ പോലും കുറച്ചുകൂടി ആൾക്കാർ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ നിന്ന് മാറി വരുന്ന ഒരു കാലഘട്ടമായി തോന്നുന്നുണ്ട് എനിക്ക് വളരെ സന്തോഷം. ഇങ്ങനെ ഒരു കുടുംബം ഇതിങ്ങനെ തന്നെ ഇതിന്റെ ആ ഒരുമയോടെ ഈ പ്രാർത്ഥനയോടെ അങ്ങനെ പോകട്ടെ. ഈ മക്കളും നിങ്ങളുടെ പാരമ്പര്യം പിന്തുടർന്നു വരാൻ ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മോനെ. ഡയമണ്ട് റൗണ്ടിൽ 3ാമത്തെ ചോദ്യമാണ്. 2 ചോദ്യം കൂടി ഉള്ളൂ. മാക്സിമം സ്കോർ ചെയ്യണം. റെഡിയല്ലേ? കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ലിയോ ഷാൻഡോയ്ക്കുള്ള 3ാമത്തെ ചോദ്യം. യേശുവിന്റെ ശിഷ്യന്മാരിൽ 10ാമനായി അറിയപ്പെട്ടിരുന്നത് ആരാണ്? ശ്രദ്ധിച്ചു കേൾക്കാം. യേശുവിന്റെ ശിഷ്യന്മാരിൽ 10ാമനായി അറിയപ്പെട്ടിരുന്നത് ആരാണ്? ഒന്നുകൂടെ ആലോചിച്ചു. യൂദാ തദേവൂസ്. ചോദിക്കട്ടെ, ഉറപ്പാണോ? കമ്പ്യൂട്ടർ പ്ലീസ്. യൂദാ തദേവൂസ് റൈറ്റ് ആൻസർ. ഡയമണ്ട് റൗണ്ടിൽ 3ാമത്തെ ചോദ്യം. ഇനി ഒരു ചോദ്യം കൂടി, ഫൈനൽ ക്വസ്റ്റ്യൻ, ഡയമണ്ട് ക്വസ്റ്റ്യൻ. അതിനു മുമ്പ് മോന്റെ സ്കോർ അറിയാം. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ 3rd ക്വസ്റ്റിന് ലിയോ ഷാൻഡോ ഗിവ് us a റൈറ്റ് ആൻസർ. ലിയോ ഷാൻഡോയ്ക്ക് ലഭിക്കുന്നു 20 പോയിന്റ്സ്. സോ ഇനി ഒരു ചോദ്യം കൂടി മാത്രം. റെഡിയല്ലേ? എന്താ മുഖത്തൊരു ടെൻഷൻ? അടുത്തടുത്ത് ആൻസറുകൾ റൈറ്റ് ആയെങ്കിൽ മാത്രമേ
പോയിന്റ്സ് വർദ്ധിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? ഇടയ്ക്ക് ഒരു ആൻസർ മിസ്സായി, അതുകൊണ്ടാണ് മോന് ഇപ്പൊ വീണ്ടും 20 പോയിന്റ്സ്. ക്ലിയർ ആയോ? പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൌണ്ടിൽ ലിയോ ഷാൻഡോയ്ക്കുള്ള 4ാമത്തെ ചോദ്യം, ഈ എപ്പിസോഡിലെ ഫൈനൽ ക്വസ്റ്റ്യൻ. ഏദോംകാരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രദ്ധിച്ചു കേൾക്കാം. ഏദോംകാരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചെറിയ ഗസ്സുണ്ട്. ഏസാവ്. ഏസാവ്. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. ഏസാവ്. റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ. ഒരു ചെറിയ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആൻസർ പറയാണ് അല്ലേ? സന്തോഷമായോ? ഫൈനൽ സ്കോർ അറിയണ്ടേ നമുക്ക്? പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ ഡയമണ്ട് ക്വസ്റ്റ്യന് ലിയോ ഷാൻഡോ നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ലഭിക്കുന്നു 40 പോയിന്റ്സ്. ഡയമണ്ട് റൗണ്ടിൽ ലിയോ ഷാൻഡോന് ലഭിക്കുന്ന ടോട്ടൽ പോയിന്റ്സ് 80 പോയിന്റ്സ്. സിൽവർ റൗണ്ടിൽ 30 പോയിന്റ്സ്. ഗോൾഡൻ റൗണ്ടിൽ 20 പോയിന്റ്സ്. The grand total is 130 points. And congratulations, Leo Shando. നിശ്ചിതനാട് തീർത്ഥാടനത്തിനായി നിങ്ങൾക്കും അവസരമൊരുക്കുന്ന കനാൻ ദേശം സീസൺ 2 ഗോൾഡൻ സീറ്റ് ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ശ്രദ്ധിക്കുക, ഞാനീ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം, നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഏത് പ്രവാചകനോടാണ് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തത്? ചോദ്യം ഒരിക്കൽ കൂടി. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഏത് പ്രവാചകനോടാണ് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തത്? ശരിയുത്തരം SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandesam@gmail.com. ലിയോ 130 ഔട്ട് ഓഫ് 400. നല്ല സ്കോർ അല്ലേ? ഇതാണോ പ്രതീക്ഷിച്ചത്? ഇവിടം വരെ എത്തിയത് ദൈവഭാഗ്യം. ദൈവഭാഗ്യം, ലിയോയുടെ ഭാഗ്യം, അനുഗ്രഹം. അനുഗ്രഹം. പക്ഷെ കുറച്ചുകൂടെ കിട്ടുമായിരുന്നു എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് നമ്മുടെ ആ തേർഡ് റൗണ്ട് മൊത്തം അങ്ങോട്ട് ഒരു 300 കിട്ടിയിരുന്നെങ്കിൽ അല്ലേ? പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുറവുകൾ വരുമ്പോൾ അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ഒരു ഊർജം അല്ലേ? അടുത്ത മത്സരത്തിൽ പങ്കെടുക്കാൻ നേരത്ത് കുറച്ചുകൂടെ പ്രിപ്പറേഷനോടെ വരാനുള്ള ഒരു ആർജവം, ഇതൊക്കെ നമുക്ക് കിട്ടുവാണല്ലേ? അപ്പം അടുത്ത ഏതെങ്കിലും ഒരു ഒരു സ്റ്റേജ് ആയിരിക്കും മോന്റെ കരിയറിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി മാറാൻ പോകുന്നത്. ഇപ്പൊ തന്നെ വളരെയധികം എത്രയോ ആൾക്കാരോട് മത്സരിച്ചിട്ടാണ് മോനിപ്പോ ഈ സീറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ 130 പോയിന്റ്സ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, തീർച്ചയായിട്ടും വലിയ അനുഗ്രഹമാണ് അല്ലേ? ദൈവത്തിന് നന്ദി പറയുന്നു. പഠിപ്പിച്ച ടീച്ചേഴ്സിനും എല്ലാവരെയും മനസ്സിൽ ഓർക്കണം ജീവിതം മുഴുവൻ. ഓക്കെ, കനാൻ ദേശത്തിൽ വന്നതിൽ വളരെ സന്തോഷം. കനാൻ ദേശം സീസൺ 2 തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് മെമന്റോയുമുണ്ട്. വാങ്ങാം പ്ലീസ്. മാർ തോമസ് ലീഹായുടെ പാദസ്പർശമേറ്റ മലയാറ്റൂരിനടുത്തുള്ള ഇല്ലിത്തോട് എന്ന ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ലിയോ ഷാൻഡോയുമായിട്ടുള്ള ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച പുതിയ മത്സരാർത്ഥിയുമായി ഞങ്ങൾ എത്തുന്നതാണ്. ടിൽ ദെൻ ഗുഡ് ബൈ. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. ഭിക്ഷാടനത്തിനായിട്ടൊരു അമ്മൂമ്മ വരാറുണ്ട്. ആ അമ്മൂമ്മ വന്നിട്ട് ഞങ്ങള് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാല് ആ അമ്മൂമ്മ വീടൊക്കെ മിറ്റത്ത് അടിച്ചു കോരിട്ടാണ് പോവാ. അടിച്ചു കോരണ്ടെന്ന് പറഞ്ഞാലും ആ അമ്മൂമ്മ അടിച്ചു കോരിട്ടാണ് പോവാ. പിന്നെ ആ അമ്മൂമ്മ ഭിക്ഷാടനത്തിലിരിക്കുന്ന അമ്മൂമ്മയാണ്. വഴിയിൽ വെച്ചൊക്കെ എന്നെ കണ്ടാല് ചിരിക്കും.
അതുപോലെ തന്നെ ഒരിക്കൽ തമിഴ്നാട്ടിലെ വീട്ടിൽ പോയി വന്നപ്പോ എനിക്കൊരു പാക്കറ്റ് കപ്പലണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്നു. എന്റെ മക്കൾക്ക് മേടിച്ചു കൊടുത്തതാണ്, അത് ഞാൻ മോൾക്ക് കൊണ്ടുവന്നതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സന്തോഷത്തോടു കൂടി കപ്പലണ്ടിയുടെ ഒരു പാക്കറ്റ് എനിക്ക് തന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അത് വളരെ ടച്ചിങ് ആയിട്ടുള്ള കാര്യം. അതെ അല്ലേ? ആദ്യമായിട്ട് ഗുഡ്നസ് കിട്ടി അന്ന് ആദ്യമായിട്ട് കണ്ടത് കാനന്ദേശം സീസൺ 1 ഒരു ബെസ്റ്റ് ഓഫ് കാനന്ദേശം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അതായത് ആദ്യമായിട്ട് കണ്ടതിന്റെ ഇടയിൽ അത് പ്രേക്ഷകർക്കുള്ള ചോദ്യമാണെന്ന് കരുതിയിട്ടാണ് മെസ്സേജ് അയച്ചത്. 5 ദിവസത്തിന് ശേഷം വിളിച്ചു, കാനന്ദേശം പ്രോഗ്രാമിന് വിളിക്കാണെന്ന് പറഞ്ഞു. കാനന്ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ വിൽസി വർഗീസിനുള്ള രണ്ടാമത്തെ ചോദ്യം. ഭൂമിയിൽ വെള്ളപ്പൊക്കം നിലച്ചു എന്നതിന്റെ തെളിവായി പ്രാവ് നോഹയുടെ പെട്ടകത്തിലേക്ക് കൊണ്ടുവന്നത് എന്തായിരുന്നു? ഒലിവിന്റെ ഒരു ഇല. ഒലിവിന്റെ ഇല. ഉറപ്പാണോ? ചോദിക്കാം. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്.